IPL ഗുജറാത്ത് ടൈറ്റൻസ് ഡൽഹിക്കെതിരെ ഒരു 10 വിക്കറ്റിന്റെ ഒരു തകർപ്പൻ വിജയം സ്വന്തമാക്കിയതോടുകൂടി ഗുജറാത്തിനൊപ്പം പഞ്ചാബും ബാംഗ്ലൂരും പ്ലേ ഓഫ് ഉറപ്പിച്ചു. ഇനി ഒരു സ്പോട്ട് മാത്രമാണ് പ്ലേ ഓഫിലുള്ളത്. അതിനു വേണ്ടിയിട്ട് രംഗത്തുള്ള ടീമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുംബൈ ഉണ്ട്, ഡൽഹി ഉണ്ട്, ലക്നൗ ഉണ്ട്. ഇതിൽ ഏത് ടീമിനാണ് ഏറ്റവും കൂടുതൽ സാധ്യത? സൈഫ് പറഞ്ഞ പോലെ അവസാന നാലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മുംബൈയും ഡൽഹിയും ലക്നൗവും ആണുള്ളത്. ലക്നൗവിനെ നമുക്ക് മാറ്റി നിർത്താൻ എനിക്ക് തോന്നുന്നു. കാരണം ലക്നൗവിൻ്റെ സാധ്യതകൾ ഒരു 50% മാത്രം വേണ്ടി പറയാം. ബാക്കി രണ്ട് ടീമുകൾക്കും അതിനേക്കാൾ സാധ്യതയുണ്ട്. അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് മുംബൈ തന്നെയാണ്. 5 തവണ ചാമ്പ്യന്മാരായ മുംബൈക്കാണ് സാധ്യത കൂടുതൽ വരുന്നത്. അവർക്ക് ഈ 2 മത്സരങ്ങൾ, അതിൽ ഒന്നാമത്തെ മത്സരം ഡൽഹിക്കെതിരെ തന്നെയാണ് വരുന്നത്. അതിൽ ജയിച്ചാൽ മുംബൈക്ക് സാധ്യതകൾ പ്രതീക്ഷ ഉറപ്പിക്കാം. നേരെ കുറച്ച് തോൽക്കുമ്പോൾ തന്നെ ഡൽഹി പുറത്താവുന്ന രീതിയിലേക്ക് പോവുകയും ചെയ്യും. അപ്പം അവിടെ കുഴപ്പം വരുന്നില്ല. ഡൽഹിക്ക് അടുത്ത 2 മത്സരവും നിർണായകമാണ്. അത് മുംബൈക്കെതിരാണ് ജയിക്കേണ്ടത്. ഇതിൽ ഏറ്റവും വലിയ ഘടകം വരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന മത്സരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് തന്നെയാണ് ഏറ്റവും ഡിസൈഡ് ആയിട്ട് വരുന്നതിലാണ്. അതെ, തീർച്ചയായും എനിക്ക് തോന്നുന്നു ഇപ്പോൾ 21 നടക്കുന്ന ഡൽഹി മുംബൈ മത്സരം വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് ഈ മത്സരത്തിൽ മുംബൈ വിജയിച്ചു കഴിഞ്ഞാൽ മുംബൈക്ക് 16 പോയിന്റ് ആവും. മാത്രമല്ല ഡൽഹിക്ക് പഞ്ചാബിനെതിരെ അവശേഷിക്കുന്ന ഒരു മത്സരം വിജയിച്ചാൽ പോലും 15 പോയിന്റിൽ എത്താനേ കഴിയുള്ളൂ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് മുംബൈ വിജയിച്ചു കഴിഞ്ഞാൽ ഡൽഹി തീർച്ചയായും പുറത്തേക്ക് പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഒരു സാധ്യത. പിന്നെ അടുത്ത സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മത്സരം ഡൽഹി വിജയിക്കുന്നു. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഡൽഹിക്ക് 15 പോയിന്റ് ആകും. മുംബൈ 14 പോയിന്റിൽ തന്നെ നിൽക്കേണ്ടി വരും. മാത്രമല്ല അവസാന മത്സരം കൂടി പഞ്ചാബിനെതിരെ ഡൽഹി വിജയിച്ചു കഴിഞ്ഞാൽ 17 പോയിന്റ് ആവും. മുംബൈക്ക് അവസാന മത്സരം പഞ്ചാബിനെതിരെ വിജയിച്ചാൽ പോലും 16 പോയിന്റ് ആകുള്ളൂ. അങ്ങനെ അതെ. ഈ ഇതില് രസകരമായിട്ടുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പഞ്ചാബിനെതിരെ ഡൽഹിയുടെ ഒരു മത്സരം നേരത്തെ നടക്കേണ്ടതായിരുന്നു. ആ മത്സരം പകുതി വെച്ച് നിർത്തിയിട്ടുള്ള ഒരു മത്സരമാണ്. ആ മത്സരം നിർത്തി വെക്കുന്ന സമയത്ത് 10 ഓവറിൽ 122 റൺസ് എന്ന് പറയുന്ന ഒരു മികച്ച ഒരു നിലയിലായിരുന്നു പഞ്ചാബ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഡൽഹിനെ സംബന്ധിച്ച് ഒരു പുതിയ ജീവൻ കിട്ടിയിരിക്കുകയാണ്. അതായത് ആ മത്സരം അങ്ങനെ പകുതി വഴിയിൽ നിർത്തിയത് കൊണ്ടാണ് സ്വാഭാവികമായിട്ടും വീണ്ടും ഒരു അവസരം ആ മത്സരം വീണ്ടും വരുന്നത്. അത് പക്ഷെ നിർത്തിയത് ഏത് പൊസിഷനിലാണെന്നും കൂടി നമ്മൾ ആലോചിക്കണം. കാരണം 10 ഓവറിൽ 122 റൺസിലൊക്കെ നിൽക്കുന്ന സമയത്ത് പഞ്ചാബ് അത്ര ശക്തമായിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ആ മത്സരം വീണ്ടും കളിക്കേണ്ട ഒരു സാഹചര്യം വരുന്നത്. ഡൽഹിയുടെ അവസാന മത്സരം നോക്കുമ്പോൾ ആ ഒരു പ്രശ്നം കാണുന്നുണ്ടല്ലേ? അതെ. ഇപ്പൊ ഗുജറാത്തിനെതിരെ ഇത്രയും 10 വിക്കറ്റിന്റെ ഒരു തോൽവിയാണ് ഡൽഹി ഏറ്റുവാങ്ങിയത്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് മുംബൈനെ സംബന്ധിച്ച് നമുക്കറിയാം ഒരു മോശം തുടക്കം കിട്ടിയ ടീം, അതെ, പിന്നീട് ശക്തമായി തിരിച്ചു വരുന്നതൊക്കെയാണ് നമ്മൾ കണ്ടത്. പക്ഷെ ഡൽഹിനെ സംബന്ധിച്ച് ഒരു മികച്ച തുടക്കം ലഭിച്ചിട്ട് അത് പിന്നെ അവസാനം കൊണ്ടുപോയി കൊളാക്കുന്ന രീതിയിൽ, പ്രത്യേകിച്ച് 5 മത്സരങ്ങൾ അവസാനം നടന്ന, എനിക്ക് തോന്നുന്നു ഡൽഹിക്ക് എവിടെയൊക്കെയോ പിഴച്ചു തുടങ്ങിയിട്ടുണ്ട്. അതും KL രാഹുലിനെ പോലെ താരങ്ങൾ മികച്ച ഫോമിൽ ബാറ്റ് ചെയ്യുമ്പോഴാണ് ഈ ഗതിയിലേക്ക്. എനിക്ക് തോന്നുന്നു അവസാനം 5 മത്സരം കളിച്ചതിൽ ആകെ 3 മത്സരം ഡൽഹി പരാജയപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഗുജറാത്തിനെതിരെ തോറ്റ ഒരു മത്സരം ഉൾപ്പെടെ പരാജയപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല 2 മത്സരങ്ങൾ, ഈ ബാക്കി ഉള്ള 2 മത്സരങ്ങൾ ഒന്ന് ഫലമില്ലാതെ ഉപേക്ഷിക്കപ്പെട്ടതും പിന്നെ നേരത്തെ ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട മത്സരമാണ്. അത് പൂർത്തിയാക്കാത്തൊരു മത്സരം എന്ന് വേണമെങ്കിൽ പറയാം. ആ മത്സരമാണ് നമുക്ക് വീണ്ടും ഇനി വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡൽഹിക്ക് ഇപ്പൊ കഴിഞ്ഞ ഒരു മത്സരം 18 മത്സരം കളിച്ച് 21 വീണ്ടും ഒരു മത്സരം കളിക്കണം. അപ്പൊ 18 ഒരു നാണം കെട്ട തോൽവി എന്ന് പറയുന്ന ഒരു 200 റൺസ് വിജയലക്ഷ്യം ഇട്ടിട്ട് എതിർ ടീമിന്റെ ഒരു വിക്കറ്റ് പോലും വീഴ്ത്താൻ കഴിയില്ല. നമുക്കറിയാം സായി സുദർശനും ശുഭ്മൻ ഗുജറാത്ത് ഈ പറഞ്ഞ പോലെ ഒരു 1-2 വിക്കറ്റ് ഇട്ടിനെ കളി ചിലപ്പോൾ മാറി വരും. നമുക്ക് ഗുജറാത്തിന്റെ കാര്യം നമുക്കറിയാം, ടോപ്പ് ഓർഡറാണ് അവിടെ കളി നിയന്ത്രിക്കുന്നത്. ആ ഓപ്പണിംഗ് ആദ്യത്തെ 3 പേരെ വീഴ്ത്താൻ വേണ്ടിയാണ് എതിർ ടീം ശ്രമിക്കേണ്ടത്. അതിൽ ഒരു വിക്കറ്റ്, അവരുടെ ആദ്യത്തെ 3 പേരാണ് അവരെടുത്ത റൺസിന്റെ 70% റൺസ് സ്കോർ ചെയ്തിട്ടുള്ളത്. അതിലെ ഒരു വിക്കറ്റ് പോലും അവിടെയാണ് ഡൽഹിയുടെ പരാജയം വരുന്നത്. ഒറ്റ വിക്കറ്റ് പോലും വീഴ്ത്താൻ പറ്റിയിട്ടില്ല. എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷ വേണമെങ്കിൽ ആ 2 വിക്കറ്റെങ്കിലും ഓപ്പണർമാർ 2 മടങ്ങണം, മൂന്നാമത്തെ വിക്കറ്റും പിന്നെ ബട്ട്ലറും മടങ്ങേണ്ടതുണ്ട്. പക്ഷേ ഈ അവസ്ഥയിൽ പറയുമ്പോൾ 2 പേരും നന്നായിട്ട് നിൽക്കുന്നു. ഒരു വിക്കറ്റ് പോലും വീഴ്ത്താൻ പറ്റാണ്ട് ഡൽഹിയുടെ ബോളർമാർ നിറമങ്ങിയ ഇതിലേക്ക് പോകുന്നു. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചാബിനെതിരെ മത്സരത്തിൽ വരുമ്പോഴും റണ്ണ് വന്നത് എങ്ങനെയാണ്? ഡൽഹിയുടെ ബോളർമാർക്ക് കാര്യമായി ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. അതാണല്ലോ റൺ അടിച്ച് കയറുന്നത്. ഈ പറഞ്ഞ പോലെ തോൽവിയുടെ വരുന്ന മത്സരങ്ങളിലല്ല ഈ പ്രശ്നം വരുന്നുണ്ട്. KL രാഹുലും അക്ഷർ പട്ടേൽ ബാറ്റ് കൊണ്ട് സംഭാവന ചെയ്യുന്നുണ്ട്. KL രാഹുൽ നന്നായിട്ട് പൊരുത്തുന്നുണ്ട്. ഈ സീസണിൽ നമ്മൾ കാണുന്നതാണ്. കഴിഞ്ഞ വർഷത്തെ ലക്നൗ ടീമിലുണ്ടായ അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫോം വളരെ മികച്ച രീതിയിൽ തുടരുകയാണ്. ആ സമയത്ത് കൂടി 200 റൺ എടുത്തിട്ട് കൂടി ഈ നിർണായക ഘട്ടത്തിൽ 10 വിക്കറ്റിന് തോൽവി വാങ്ങുക പറയുമ്പോൾ
അത് ചെറിയൊരു തിരിച്ചടിയല്ല. പിന്നെ ഡൽഹിക്ക് കുറച്ചുകൂടി അധികം ഹോംവർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അതെ, തീർച്ചയായും. ഇപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ കൃത്യമായി നമ്മൾ പറയുന്നൊരു കാര്യം വെച്ച് മുംബൈ ടീമുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നോക്കുകയാണെങ്കിൽ അവസാന മത്സരം മുംബൈ പരാജയപ്പെട്ടിരിക്കുകയാണ്. അത് മാത്രമല്ല മെയ് 6-നാണ് അവസാന മത്സരം കളിച്ചിട്ടുള്ളത് മുംബൈ. 15 ദിവസത്തെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് മുംബൈക്ക് ഒരു മാച്ച് വരുന്നത്. അപ്പൊ ഈ ഒരു ബ്രേക്കിനെ എങ്ങനെ എത്രത്തോളം നല്ല രീതിയിൽ മുംബൈ ടീമിന് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതിന്റെ ഒരു ഫലം തന്നെയായിരിക്കും ഡൽഹിക്കെതിരെയുള്ള മത്സരത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് തീർച്ചയായും. അതേസമയം നേരെ അപ്പുറത്തെ ഒരു വലിയ കോൺഫിഡൻസ് മുംബൈ ടീമിന് ഉണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല ഗുജറാത്തിനെതിരെ അവസാനം നടന്നൊരു മത്സരത്തിൽ അവർ പരാജയപ്പെട്ടു. ആ മത്സരം ജയിക്കാവുന്ന ഒരു മത്സരമായിരുന്നു. ഡെക്വർത്ത് ലൂയിസ് നിയമപ്രകാരമാണ് അവർ പരാജയപ്പെടുന്നത്. പക്ഷെ ആ മത്സരത്തിൽ പരാജയപ്പെട്ടതിന് ശേഷം എനിക്ക് തോന്നുന്നു ഹാർദിക് പാണ്ഡ്യക്കെതിരെ വലിയ വിമർശനങ്ങളൊക്കെ വന്നിരുന്നു. ആ മത്സരത്തിൽ പന്തെറിയാൻ വന്നത് സാഹചര്യം ഇതൊക്കെ വെച്ചിട്ട് വിമർശനങ്ങളും അതെ തീർച്ചയായും അതൊരു പിഴവ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഡൽഹിയെ സംബന്ധിച്ച് ഈ അവസാനത്തെ മത്സരങ്ങളുടെ ഫലം ഒന്നും അത്ര നല്ല ഫലങ്ങളല്ല. അത്ര ഒരു നല്ല ഫോമിൽ നിൽക്കുന്ന ഒരു ടീമല്ല. അത് തന്നെ ഒരു അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും മുംബൈക്ക് കൊടുക്കുന്നില്ലേ? തീർച്ചയായും നമ്മൾ കഴിഞ്ഞ ചർച്ചകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മുംബൈ തിരിച്ചു വന്ന രീതി, മുംബൈയുടെ സൂര്യകുമാർ യാദവിന്റെ ഇപ്പോഴത്തെ റെക്കോർഡ്, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ മുംബൈ പിന്നെ കണക്കിലെ കളികളിൽ മുംബൈക്ക് കിരീടം നേടുന്ന ടീമായിട്ട് മാറുന്നു പറഞ്ഞാണ്. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞത് ഡൽഹിയാണ് മുമ്പിൽ നിൽക്കുന്നത്. ഡൽഹിയുടെ പ്രകടനം, ഡൽഹിയായിട്ടുള്ള മത്സരം എങ്ങനെയായിരിക്കും ആശ്രയിച്ചാണ് മുംബൈയുടെ യാത്ര മുന്നോട്ടിരിക്കുന്നത്. പക്ഷേ മുംബൈക്ക് പുറത്താവാനുള്ള സാധ്യതകൾ ഇനിയും ബാക്കി ഉണ്ട് എന്നില്ലാണ്. ഈ പറഞ്ഞ പോലെ തന്നെ മുംബൈ പുറത്തായേക്കാം. അതിന് അത്ഭുതപ്പെടാനൊന്നുമില്ല. ഡൽഹി ഇപ്പോൾ ജയിക്കുന്നു, അടുത്ത കളിയിൽ വരുന്ന തീരുമാനം കൂടെ ആകുമ്പോഴേക്കും ചിലപ്പോൾ മുംബൈയും പുറത്ത് പോയേക്കാം. പക്ഷേ നിലവിലെ അവസ്ഥ നോക്കുമ്പോൾ, നിലവിലെ ടീം വെച്ച് നോക്കുമ്പോൾ സൂര്യകുമാർ യാദവ് ആയാലും രോഹിത് ശർമ്മയായാലും ബൂംറ ആയാലും ഹാർദിക് പാണ്ഡ്യയൊക്കെ ഈ സംഘത്തിൻ്റെ നിലവിലെ പ്രകടനം വെച്ച് നോക്കുമ്പോൾ അവർക്കാണ് സാധ്യത കൂടുതൽ. ഒരു ആധിപത്യം കൂടുതൽ അവർക്കുണ്ട്, പ്രത്യേകിച്ച് നിലവിലെ ഡൽഹിയോട്. ആദ്യത്തെ അക്സർ പട്ടേൽ സംഘം തുടങ്ങിയ നിലയിൽ അവർക്കിപ്പോൾ മുന്നേറാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് കൂടെ കാണുന്നുണ്ട്. ആദ്യം മുംബൈ തകർന്നു, പിന്നെ മുംബൈ തിരിച്ചു വന്നു. ഡൽഹി സൈബ് നേരത്തെ പറഞ്ഞ നന്നായിട്ട് തുടങ്ങി, പിന്നെ ഇടക്ക് വെച്ചിട്ട് ഒന്ന് വീണ്ടും മങ്ങി, ഇപ്പോൾ വീണ്ടും പിന്നെ ഒരു തിരിച്ചടിയിലൂടെ പോവാണ്. അപ്പോൾ സീസണിലെ പ്രകടനം വെച്ചൊക്കെ രണ്ട് ടീമും ശക്തരാണ്, എന്ത് സംഭവിക്കാം. പക്ഷേ അവിടെ ഒരു മാനസികാധിപത്യം തന്നെ പറയാം, ആധിപത്യം മുംബൈക്കുണ്ട്. ആ മത്സരത്തിൽ ഇത് റിസൾട്ട് ജയിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ ഡൽഹിക്കും ലക്നൌവിനും പിന്നെ പ്രതീക്ഷ സ്വപ്നം കണ്ട ആവശ്യവും വരുന്നില്ല. തീർച്ചയായും. ഇപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പം എന്തുകൊണ്ട് മുംബൈയുടെ ഇപ്പോഴത്തെ ആത്മവിശ്വാസം അല്ലെങ്കിൽ ഉള്ള ഒരു ടീമായിട്ട് മുംബൈ നിൽക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ആദ്യം കളിച്ച 5 മത്സരങ്ങളിൽ 4 മത്സരങ്ങൾ പരാജയപ്പെട്ട ഒരു ടീമാണ് മുംബൈ. ഒരു മത്സരം മാത്രമാണ് വിജയിക്കുന്നത്. പിന്നീടുള്ള 6 മത്സരങ്ങളും തുടർച്ചയായി വിജയിക്കുന്നത്. അവസാനം പരാജയപ്പെടുന്നത് തന്നെ ഗുജറാത്തിനെതിരെയാണ്. ഗുജറാത്ത് നമുക്കറിയാം ഈ സീസണിലെ ഏറ്റവും മികച്ച ഫോമിൽ കളിക്കുന്ന ഒരു ടീമാണ്. ആ ടീം അതെ അത്രയും ഫോമിൽ നിൽക്കുന്ന ഒരു ടീമിനെതിരെയാണ് അവര് പരാജയപ്പെട്ടിട്ടുള്ളത്. മറുവശത്ത് ഡൽഹി ആണെങ്കിൽ ഡൽഹിയും ഗുജറാത്തിനെതിരെയാണ് അവസാനം പരാജയപ്പെട്ടതെങ്കിൽ പോലും അതിനുള്ള മത്സരം അതിനു മുമ്പുള്ള മത്സരങ്ങളിലും ഡൽഹി ഈ ഒരു മോശം പ്രകടനമാണ് നടത്തുന്നത്. കഴിഞ്ഞൊരു 5 മത്സരങ്ങളായിട്ട് മോശം പ്രകടനം നടത്തുന്ന ഒരു ടീമാണ് ഡൽഹി. മാത്രമല്ല ഡൽഹിനെ സംബന്ധിച്ച് നമുക്കറിയാം, നല്ലൊരു തുടക്കം കിട്ടിയ സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ഈ സീസണിൽ ഇതുവരെ കിരീടം നേടാത്ത ഈ ടീമുകൾ 3 ടീമുകളും, അതായത് പഞ്ചാബ്, ഡൽഹി, ബാംഗ്ലൂർ, ഈ 3 ടീമുകളും പ്ലേ ഓഫിൽ എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതായിരുന്നു. പക്ഷെ അവിടെ ഡൽഹിനെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. അതേസമയം വാശിയേറിയിട്ടുള്ള ഏറെ നിർണായകമായിട്ടുള്ള ഒരു മത്സരം മുംബൈക്കെതിരെ നടക്കാൻ പോകണം. ആ ദിവസത്തെ പെർഫോമൻസ്, ആ ദിവസം ഡൽഹി എങ്ങനെ കളിക്കുന്നോ ആ പെർഫോമൻസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും ഡൽഹിയുടെ ഭാവി എന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ പഞ്ചാബിന് ഇവിടെയുള്ള റോള് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചാബിനോട് തീരുമാനിക്കാം ആര് വരണം ക്വാളിഫയർ പ്ലേ ഓഫിലേക്ക് നമുക്ക് തീരുമാനിക്കാം. പക്ഷെ വേറൊരു കാര്യമുണ്ട്, മുംബൈ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ തീരുമാനിക്കാനൊന്നുമില്ല. മുംബൈ നാളെ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും ഡൽഹി പുറത്തേക്കാണ്. പിന്നെ സാധ്യതയുള്ള ഒരു ടീം ലക്നൗ ആണ്. നമ്മൾ അങ്ങനത്തെ ഒരു സാധ്യതയില് അത് അങ്ങനെ വരുമ്പോൾ പോലും മുംബൈ 16 പോയിന്റിൽ നിൽക്കുകയും വേണം. അതായത് ഒരു ടീമിനും 17 പോയിന്റ് ആവാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ ഡൽഹി മുംബൈനായിട്ട് വിജയിക്കണം. ഡൽഹി മുംബൈനായിട്ട് വിജയിക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ടും 16 പോയിന്റിൽ മുംബൈ നിൽക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ലക്നൌവിന് ഇനിയുള്ള 3 മത്സരങ്ങളും നിർണായകമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് മുംബൈക്ക് 16 പോയിന്റ് ആവും, ഇവർക്കും 16 പോയിന്റ് ആകുന്ന ഒരു സ്ഥിതി. അതായത് ഇനിയുള്ള 3 മത്സരങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ ലക്നൌവിന് 16 പോയിന്റ്. അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും ഡൽഹി വിജയിക്കണം മുംബൈ ആയിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുംബൈക്ക് അവസാനം പഞ്ചാബിനായിട്ട് വിജയിച്ചു കഴിഞ്ഞാൽ 16 പോയിന്റ് ആവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ
പഞ്ചാബ് വിജയിക്കണം, മുംബൈനെ പഞ്ചാബ് തോൽപ്പിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാലാണ് ഒരു സാധ്യത നിലനിൽക്കുന്നത്. പക്ഷെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഡൽഹിക്ക് ഇപ്പൊ ഡൽഹി പഞ്ചാബിനായിട്ട് വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ സാധ്യതകളൊന്നുമില്ല. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ലക്നൌവിന്റെ സാധ്യതകൾ വളരെ വിദൂരം തന്നെയാണ്. അതോടൊപ്പം എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നത് മുംബൈ അനായാസം കയറാനുള്ളൊരു സാധ്യതയാണ്. ഇനിയുള്ള 2 മത്സരങ്ങളിൽ വിജയിച്ച് മുംബൈ പ്ലേ ഓഫിൽ എത്താനുള്ള സാധ്യതയാണ്. പ്രത്യേകിച്ച് അത് അവസാന സമയത്തേക്കുള്ള ഒരു റിസ്ക് എടുക്കാൻ ഇനി മുംബൈ തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വാങ്കഡയിലാണ് മത്സരം നടക്കുന്നത്, ഡൽഹിക്കെതിരെ മത്സരം നടക്കുന്നത്. അപ്പൊ ഡൽഹിക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുംബൈനെ ഒന്ന് ഞെട്ടിക്കാനൊന്നുള്ള ഒരു ശക്തിയോ ആത്മവിശ്വാസമോ ഇല്ല എന്നാണ് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നത്. അതെ അതെ, പറയുമ്പോൾ ഇല്ലേ എന്ന ചോദ്യം മാത്രമാണ്. കാരണം അക്ഷർ പട്ടേൽ സംഘം തുടങ്ങിയതും അവർ മുന്നോട്ട് പോകുന്ന രീതി നമുക്കറിയാം. അക്ഷർ പട്ടേലിന് മാത്രം പറയണില്ല, ഇപ്പോൾ ഈ കർണൽ KL രാഹുലിന്റെ പ്രകടനം അതിൽ നിർണായകമാണ്. ഒരു മികച്ച ടീം തന്നെയാണ്. മുംബൈയുടെ ആദ്യത്തെ പ്രകടനം വെക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഇപ്പോൾ ഒരു ബ്രേക്ക് കഴിഞ്ഞ് വരുന്ന മുംബൈ എങ്ങനെയാണ് വരുന്നത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. അപ്പം നിർണായകമാണ്. അത് ജയിക്കുന്ന ടീമിന് ഏത് ടീമാണോ അവർക്ക് മികച്ച രീതി സൈഫർ പറഞ്ഞാൽ തന്നെ ആ ദിവസത്തിൻ്റെ പ്രത്യേകത ആയിട്ട് നോക്കും. അന്ന് ആര് ജയിക്കുന്നു അവർക്കാണ് മുന്നോട്ടുള്ള യാത്രയിൽ പിന്നെ പ്ലേ ഓഫിലേക്കും പിന്നീട് കിരീട സ്വപ്നവും ബാക്കിയാവുന്നത്. അതുകൊണ്ട് അങ്ങനെ തന്നെ കാണേണ്ടതുണ്ട്. നമുക്ക് നോക്കാം മുംബൈ ആണോ. തീർച്ചയായും ഈ സീസണിൽ ഒരു മത്സരം ഈ ടീമുകൾ മുംബൈ ഡൽഹി തമ്മിൽ നടന്ന സമയത്ത് ആ മത്സരം വിജയിച്ചിരിക്കുന്നത് മുംബൈ തന്നെയാണ്. 205 റൺസ് മുംബൈ നേടിയ മത്സരത്തിൽ 193 റൺസിന് ഡൽഹി ഓൾ ഔട്ട് ആവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഒരു മുൻതൂക്കം മുംബൈക്ക് ഉണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്. എന്തായാലും അത് മാത്രമല്ല, ഇനിയിപ്പോൾ പ്ലേ ഓഫിൽ മുംബൈ ഏത് 4മതൊരു ടീം കടന്നാൽ പോലും ബാക്കിയുള്ള ടീമുകളെ സംബന്ധിച്ച് ഇപ്പോൾ പഞ്ചാബിന് ഇനിയുള്ള 2 മത്സരം വിജയിക്കണം. കാരണം അവർക്ക് പ്ലേ ഓഫിൽ ഒരു ആദ്യ 2 സ്ഥാനങ്ങളിൽ എത്തണം എന്നുള്ള രീതിയിലുള്ള ഒരു കോമ്പറ്റീഷൻ അവിടെ നടക്കുന്നുണ്ട് തീർച്ചയായും. എന്തായാലും ഡൽഹി മുംബൈ മത്സരം 21 നടക്കുന്ന ഡൽഹി മുംബൈ മത്സരം ഏറെ നിർണായകമാണ്. ആ മത്സരം കഴിഞ്ഞാൽ ഏറെക്കുറെ ചിത്രം വ്യക്തമാകും. എന്തായാലും ഒരു കരുത്തരായ ഒരു ടീം തന്നെ പ്ലേ ഓഫിലെ അവസാന സ്ഥാനം ഉറപ്പിക്കട്ടെ. പിന്നെ കപ്പ് നേടുന്ന കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ അറിയാം, മുംബൈ ഓൾറെഡി 5 കപ്പ് നേടിയ ടീമാണ്. ഗുജറാത്ത് ഒരു കപ്പ് നേടിയ ടീമാണ്. മറുവശത്ത് പഞ്ചാബും ബാംഗ്ലൂരാണ്. അതില് പഞ്ചാബ് 11 വർഷങ്ങൾക്ക് ശേഷമാണ് പ്ലേ ഓഫിൽ എത്തുന്നത്. 2014 ജോർജ് ബെയ്ലി ക്യാപ്റ്റനായ സമയത്താണ് അവർ പ്ലേ ഓഫിൽ അവസാനമായിട്ട് എത്തിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇനിയുള്ള ഒരു മത്സരം ഒരു ആവേശം. 2 ടീം ഓൾറെഡി കപ്പടിച്ച ടീം, 2 ടീം കപ്പ് നേടിയുള്ള ടീം. അതേസമയം ഡൽഹിയാണ് കയറുന്നതെങ്കിൽ 3 ടീം കപ്പടിക്കാത്ത ടീം ആവുമ്പോൾ കുറച്ചും കൂടി ആവേശം, വേറൊരു തരത്തിലുള്ള അതെ അതെ അതെ. അങ്ങനെ എന്തായാലും ഒരു ഇനിയുള്ള മത്സരങ്ങളും നമുക്ക് മികച്ച രീതിയിൽ തന്നെ ആസ്വദിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.